ഹായ് മച്ചന്മാരെ, രാവിലെ തന്നെ കുറച്ച് പച്ചക്കറി മീനും വാങ്ങാൻ ഇറങ്ങിയതാട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലെ ഗയ ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ ബീഹാറിലെ റോഡുകളിൽ ഓട്ടോയ്ക്ക് യാതൊരു ക്ഷാമവും കേട്ടോ. ഓട്ടോകൾ നിറഞ്ഞിരിക്കുവാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ പൈസയൊന്നും കൊടുക്കണ്ട. ഒരു 3-4 കിലോമീറ്റർ പോകാനായിട്ട് ഒരു 10 രൂപയെ കൊടുത്താൽ മതി. ഒരോട്ടോയിൽ തന്നെ അവർ 7-8 പേരെയൊക്കെ കുത്തിക്കയറ്റി പോകാറുണ്ട്. ഇത് വലിയ മീനിൻ്റെ മാർക്കറ്റൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയ ചെറിയ തട്ടുകളായിട്ടുള്ള കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളത്. കടൽ മീനുകൾ മിക്കവാറും കിട്ടാറില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ കച്ചവടമൊക്കെ ഒന്ന് നോക്കി. അവർക്ക് നല്ല രീതിയിൽ തന്നെ കച്ചവടമുണ്ട്. മീൻ തീരുമ്പോൾ തന്നെ അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മീനുകളെ. കൂടുതലും കാർപ്പ് ഐറ്റംസ് ആണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കട്ട്ല, രോഹു, മൃഗാൾ അങ്ങനെയുള്ള ഈ ഐറ്റങ്ങൾക്കൊക്കെ ഇവിടെ നല്ല ഡിമാൻഡാണ്. പിന്നെ മീൻ കടകളിൽ, ഇറച്ചി കടകളിലൊക്കെ ഈ ഒരു രീതിയിലാട്ടോ ഇവർ മീൻ കട്ട് ചെയ്യുന്നത്. സംഭവം ഇച്ചിരി ഡേഞ്ചറാണത്. भाई कटला कैसे है? कटला रोहू 250-320 और ये मगुर है 150. ഈ കാണുന്നത് ആഫ്രിക്കൻ മുഷു കേട്ടോ. കിലോ 150 രൂപയാണ് ഇവിടെ. പിന്നെ കട്ട്ലയ്ക്ക് 320, രോഹുവിന് 250 രൂപയാണ് പറഞ്ഞത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കഴിക്കാൻ എടുക്കാത്ത വട്ടോൻ എന്ന് പറയുന്ന മീനാട്ടോ. ഇവിടെ കിലോ 150 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ മീൻ ചത്തു കഴിഞ്ഞാൽ വിലയിൽ ഒരു 20-30 രൂപ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇവർ മീൻ ചാവാതെ തന്നെയാണ് കൊടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ എയറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള മീനുകൾ തന്നെയാണ്. പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട്. ओके जिंदा है क्या रो? अच्छा 1 किलो 400 है ना? ठीक है, काट दे. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോയോളം ഒരു മീനെ ഞാനും എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മതിലിൽ പൂപ്പൽ കളയാൻ എടുക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതുപോലുള്ളവരൊന്ന് ബ്രഷ് വെച്ചിട്ടാണ് ഇവർ ഈ ചെത്തുമ്പലെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മീനിൻ്റെ തൊലി കളയുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി വേറെ എവിടെയും കണ്ടിട്ടില്ല. कितना हुआ भाई? 350. അപ്പോൾ ഒരു മീനെല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു 350 രൂപ ആയിട്ടുണ്ട് മീന്. പിന്നെ പച്ചക്കറിക്കും വലിയ വിലയൊന്നുമില്ല കേട്ടോ. 1 കിലോ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വാങ്ങിയിട്ട് ഒരു 110 രൂപയായുള്ളൂ. അപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങി തിരിച്ച് റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.